മുഖ്യമന്ത്രിയും ഗവൺമെന്റിനോട് എതിരുണ്ടെങ്കിൽ പ്രക്ഷോഭണോ സമരമോ മറ്റു മാർഗം സ്വീകരിക്കാം. അതിനുള്ള മാർഗങ്ങളാകാം. അപ്പം അങ്ങനെ പോണവരോ വഴിക്ക് പോട്ടെ, സമരം ചെയ്യാൻ ഇറങ്ങാതിരിക്കുക, കരികൊടി കാണിക്കാതിരിക്കുക, വേറെ എവിടെയും സമരം ചെയ്യാം. എന്നെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമില്ല. അല്ല, ഇപ്പൊ പറഞ്ഞു കരികൊടി കാണിക്കേണ്ടവർക്ക് കരികൊടി കാണിക്കാം. അപ്പൊ ചിലപ്പോ അടി കിട്ടും, അപ്പൊ ചിലപ്പോ പോലീസ് ഇടപെട്ടെന്ന് വരും. പോലീസ് ഇടപെട്ടോണ്ടിരിക്കും, സ്വാഭാവികമാണ്. ഹെൽമെറ്റ് വെച്ച് അടിച്ചോന്നിരിക്കും, ചെടിച്ചട്ടി വെച്ച് അടിച്ചോന്നിരിക്കും. ഹെൽമെറ്റ് വെച്ച് അടിച്ചതൊന്നും എനിക്കറിയില്ല. മണിയാഷൻ ഇപ്പൊ എവിടെ അന്ത ചിരിക്കണം, കണ്ടില്ല എന്നുള്ളത് എനിക്ക് ചിരിക്കണം. മണിയാഷൻ ഇതൊക്കെ കണ്ടാണ് ടി വിയില്. എനിക്ക് മണിയാഷൻ ചിരിക്കുമ്പോ എനിക്കും ചിരി വരുവാ. അല്ലാതിരിക്കണേ പോകാതിരിക്കുക എന്നുള്ളത് വഴിയുള്ളൂ. പോകാതിരിക്കുക. അല്ല, എനിക്ക് മണിയാഷൻ ചിരിച്ചപ്പോഴാണ് ഹെൽമെറ്റ് വെച്ച് അടിച്ചൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ചിരി. അല്ല, ഹെൽമെറ്റ് വെച്ച് അടിച്ചോന്നൊക്കെ നിങ്ങളിപ്പോ പറഞ്ഞപ്പോഴേ ഞാനല്ല. ഹെൽമെറ്റ് വെച്ച് അടിച്ച പോലീസ് അല്ല, പിന്നെ ഡിവൈഎഫ്ഐക്കാരാ. ആണോ? അത് പറഞ്ഞില്ല. ഇല്ലില്ല, ആരും പറഞ്ഞും കേട്ടില്ല. ഇല്ലില്ല. നിയമസഭയിലൊക്കെ പ്രസംഗിച്ചപ്പോ പോലും പറഞ്ഞപ്പോ മണിയാഷൻ കേട്ടില്ല. ഇല്ലില്ല. അപ്പൊ മുഖ്യമന്ത്രി ഞാൻ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അതെ, മണിയാഷൻ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി കണ്ടു കാണുകയല്ല. മുഖ്യമന്ത്രി വഴിക്ക് പോകുകയല്ലേ. ഇതിവിടെ പോകുന്ന വഴിക്ക് നടക്കുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഹെൽമെറ്റും പ്രസിഡന്റും 1 കിലോമീറ്റർ അകലെ ചെന്ന് കാണും മുഖ്യമന്ത്രി. അത് കഴിഞ്ഞിട്ട് അടി നടന്നേക്കണം. മുഖ്യമന്ത്രി കണ്ടില്ല, അത് ചിലപ്പോ വാസ്തവായിരിക്കാം. പക്ഷെ നമ്മൾ ടി വിയിൽ കണ്ടു. അത് ടി വിക്കാരിങ്ങനെ നിൽക്കുന്നുണ്ടാ പിടിക്കാൻ. ഇതുപോലെ നിന്നാലേ കാണാൻ പറ്റുള്ളൂ. അത് നിന്നാലേ അടി കാണാൻ പറ്റുള്ളൂ. അതെ. അതോടൊപ്പം തന്നെ ഏറ്റവും മണിയാഷൻ ഇഷ്ടമല്ല എന്ന് തോന്നിയ ഒരു വ്യക്തിയോട് ആരായിരിക്കും? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ സ്ഥിരം ദേഷ്യവും അങ്ങനെയില്ല. ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് വ്യത്യസ്ത അഭിപ്രായം വരും. അങ്ങനെ പ്രസംഗിച്ചപ്പോ മണിയാഷൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച ഒരു പ്രാസംഗികൻ ആരായിരിക്കും നിയമസഭയില്? ഞാനോ? മണിയാഷൻ അത് കേട്ടപ്പോ പൊട്ടിത്തെറിച്ചു. അങ്ങനെ പ്രസംഗിച്ച ഒരാൾ ആരായിരിക്കും? അങ്ങനെ പൊട്ടിത്തെറിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനൊന്നുമില്ല. എന്നെ ഇപ്പൊ അങ്ങനെ നോക്കുന്ന ഏറ്റവും ഇഷ്ടക്കേട് തോന്നുന്നത് ഉമ്മൻചാണ്ടിയോടാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരുന്നപ്പോഴല്ലേ എന്നെ അറസ്റ്റ് ചെയ്തു. പിന്നെ പുള്ളിയൊക്കെ കൂടാതൊന്നും എന്നെ അറസ്റ്റ് ചെയ്യുകയുള്ളൂ. പിന്നെ ഇയാളാണ് തിരുവഞ്ചൂരാണ്. പിന്നെ അയാളൊരു മനുഷ്യത്വം ഇല്ലാത്ത ആളാണ് തിരുവഞ്ചൂര. അയാൾ ഒരു ജാടക്കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് പോയി ഉമ്മൻചാണ്ടിയെ കണ്ടാൽ ആ കേസ് ഒരു പക്ഷെ ഉമ്മൻചാണ്ടി ഇല്ലാതാക്കിയേക്കൊന്നും എനിക്കറിയാം. പക്ഷെ ഞാൻ പോവുകയെന്നുള്ളത് എൻ്റെ രാഷ്ട്രീയമാണ്. എന്നോട് അങ്ങനെ പറഞ്ഞവരുണ്ട്. എൻ്റെ പാർട്ടിയിലുള്ളവരല്ലേലും മുഖ്യമന്ത്രി എപ്പോഴും കാണുക. അങ്ങനെ കണ്ടാൽ ഒരു പക്ഷേ അദ്ദേഹം അതിനകത്ത് ഇടപെട്ടതിനൊന്ന് എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ പോവുകയല്ല. അത് എൻ്റെ രാഷ്ട്രീയമാണ്, നമ്മുടെ രാഷ്ട്രീയം. പിന്നെ തൂക്കിക്കൊന്നാലും പോവില്ല എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ അങ്ങനെ നിയമപരമായി നോക്കുകയുള്ളൂ. അല്ല, അങ്ങനെ വരുമ്പോ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെ ഉമ്മൻചാണ്ടിക്ക് നല്ല മനസ്സും കൂടെ ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കാം. അങ്ങനെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാ പുള്ളിയെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ട്. പക്ഷെ എന്നെ അറസ്റ്റ് ചെയ്തൊക്കെ പുള്ളി അറിയാതാണെന്നൊന്നും ഞാൻ കരുതുന്നുമില്ല. മാത്യു കുഴൽനാടനെ കുറിച്ച് ഇന്നലെ മണിയാഷൻ പറഞ്ഞു, ആ പയ്യൻ ഇല്ലേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മണിയാഷൻ എന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ആ പയ്യൻ ഇല്ലേന്ന് ചോദിക്കുന്നത് അത് ഭയങ്കര ട്രോളും വൈറലും ആയിട്ടുണ്ട്. എന്താണ് പയ്യൻ ഇല്ലേന്ന് ചോദിക്കാൻ കാരണം? എന്തെങ്കിലുമൊക്കെ പുള്ളി പറഞ്ഞോണ്ടിരിക്കുവേ. പുള്ളി എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ടാ പയ്യനില്ലെന്ന്. അല്ല, പഠിച്ചു പറയുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ടോ മാത്യു കുഴൽനാടൻ? പഠിക്കാനുള്ള വിദ്യാഭ്യാസവും ഏർപ്പാടും എല്ലാം ഉണ്ടല്ലോ. കുറെ കാര്യങ്ങൾ പറയും. പിന്നെ അയാളുടെ രാഷ്ട്രീയ താല്പര്യമുണ്ട്. അയാൾ കോൺഗ്രസിന്റെ MLA ആണ്. കോൺഗ്രസിന്റെ നയമാണ് പരിപാടി. അതിനനുസരിച്ച് പുള്ളി പ്രതികരിക്കും. ഈ ചിന്നക്കനാൽ അദ്ദേഹം ഭൂമി കൈകേറിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ പുള്ളിക്ക് ഭൂമി ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അല്ല, മണിയാഷാനൊക്കെയാണ്, ഇടുക്കി ജില്ലക്കാരനാണ്. ഭൂമി ഭൂമി അവിടെ ഉണ്ടെന്ന് എന്നോട് നമ്മുടെ പാർട്ടി പ്രവർത്തകരും അല്ലാത്തവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, ഞാൻ നേരിട്ട് പോയി ഭൂമി കാണുമോന്നും ചെയ്തിട്ടില്ല. സാധാരണ അങ്ങനെയൊക്കെ പോകുന്നല്ലോ മണിയാഷൻ. ഞാൻ അങ്ങനെയൊന്നും പോയില്ല. അല്ല, കയ്യേറ്റം എന്ന് പറയുമ്പോൾ കയ്യേറ്റമാണോ ഇല്ലോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. വില കൊടുത്ത് മേടിച്ചതാണോ എങ്ങനെയാണെന്നൊക്കെ പിന്നെ ഉണ്ടോന്ന് തന്നെ നിങ്ങൾ പോയി പരിശോധിക്കണം. എന്നിട്ട് അദ്ദേഹത്തിനോട് അതെങ്ങനെ കിട്ടിയെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. അല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം നിയമസഭയിലൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. നിയമസഭയിലും പുള്ളി ലൈവ് ഒന്നും പറഞ്ഞു, ഈ ഭൂമി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയാണ്, ഇതിന്റെ കുറച്ച് ചുറ്റളവ് പുറമ്പോക്ക് ഭൂമി ഉണ്ട്, അവിടെ എല്ലാവർക്കും ഉള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും ഉള്ളതല്ല മണിയാഷൻ. അത് കാര്യം അങ്ങനെയാണല്ലോ. അത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനല്ലേ, MLA ആണ്, പൊതുപ്രവർത്തകൻ, കോൺഗ്രസിന്റെ നേതാവാണ്.
അയാൾക്ക് അവിടെ പട്ടയമുള്ള ഭൂമി ഉണ്ടെങ്കിൽ വാങ്ങിച്ചു, അതുണ്ടെങ്കിൽ ആയിക്കോട്ടെ. വേറെ സർക്കാരിൻ്റെ ഭൂമി ഉണ്ടെങ്കിൽ അതും കൂടെ ആ കൂടെ കൂട്ടി വെക്കുന്നൊന്നും ശരിയല്ലല്ലോ. അതെങ്ങനെ ശരിയാവും? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. ഞാൻ കഴിഞ്ഞ 19 വർഷത്തിലധികമായി ഒരു 15 വയസ്സ് അതെ ആയപ്പം മുതൽ പൊതു രംഗത്ത് പാർട്ടിയും ഏർപ്പാടും സിന്ദാബാദ് വിളിയായി കൂടിയ ഇക്കാലം അത്രയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ഒരുപാട് ഭൂമി കയ്യേറ്റവും ആനച്ചാലിലും ചിന്നക്കനാലിലും എല്ലായിടത്തും നടന്നിട്ടുണ്ട്. ഞാൻ അവിടെ ഒന്നും ഭൂമി എടുത്തില്ലല്ലോ. ഇല്ല, പോയി അവിടെ ഭൂമി എടുത്തില്ല, കയ്യേറാൻ പോയില്ല, ഒന്നും പോയില്ല. എന്നെ ക്ഷണിച്ചിട്ടുള്ളവരുണ്ട്, അവരോട് പറഞ്ഞ് ഞാനില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഒന്ന്, എനിക്ക് എൻ്റെ കുടുംബത്ത് കുറച്ച് ഭൂമിയുണ്ട്, കൃഷിഭൂമി, സഹോദരങ്ങൾക്കും എനിക്കും കൂടെ. തന്നെയല്ല, ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നല്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധത്തിൽ നിന്നാണ് ഞാൻ പോകാത്തത്. അല്ലെ ചിന്നക്കനാലിലോ മൂന്നാറിലോ കുറെ ഭൂമി കിട്ടി എന്നെ കഴിക്കുമോ? ഭയങ്കര വില കിട്ടുന്ന സ്ഥലമല്ലേ അത്. ഞാനങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധ്യമാണ് എനിക്കുള്ളത്. എനിക്ക് മൂന്നാറിൽ വേണേൽ സ്ഥലം എടുക്കാമായിരുന്നു, ചിന്നക്കനാലിൽ വേണേൽ എന്തേലും സ്ഥലം വേണേലും പിടിക്കായിരുന്നു. പക്ഷെ അത് ഞാനങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഞാൻ ദീർഘവർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു. 27 വർഷം ജില്ലാ സെക്രട്ടറിയായി തന്നെ പ്രവർത്തിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, മന്ത്രി, ഇപ്പം 2ാം ടേൺ MLA. ഈ നിലയിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഭൂമി കയ്യേറാൻ പോകുന്നത് ശരിയല്ല എന്നുള്ള വീക്ഷണമാണ് എനിക്കുള്ളത്. എനിക്ക് അങ്ങനെ ഭൂമി എടുക്കുന്നത് ശരിയല്ല എന്ന്. അതുകൊണ്ടാണ് ആനച്ചാലിലെ ഭൂമി എല്ലാം കയ്യേറുമ്പോഴും ഞാൻ രാഷ്ട്രീയ നേതാവാണ്. അതെ, എന്നെ ക്ഷണിച്ചിട്ടുണ്ട് കുറച്ച് ഭൂമി എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, വരുന്നില്ല എന്ന് പറഞ്ഞു. ചിന്നക്കനാലിലും മൂന്നാറിലും വേണ ഭൂമി എടുക്കാമായിരുന്നു. നമ്മളതൊന്നും ചെയ്തില്ല. അത് ശരിയല്ല എന്ന് തോന്നുന്നു. അങ്ങനെ എടുക്കുന്നത് ശരിയല്ല. അങ്ങനെ എടുത്തവരൊക്കെ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് വീടുണ്ട്, തറവാട് കുറച്ച് ഭൂമിയുണ്ട്. അതിൻ്റെ ഒരു വിഹിതമാണെങ്കിലും എനിക്ക് കിട്ടും. അത് ഉണ്ടല്ലോ. പിന്നെ ഞാൻ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സർക്കാരിൻ്റെ ഭൂമി അങ്ങനെ പോയി കയ്യേറുന്നത് ശരിയല്ല എന്ന ചിന്തയാണ് എനിക്കുള്ളത്. ഞാൻ പോകാത്തത്. ആ ചിന്താഗതിയാണ് എല്ലാവർക്കും വേണ്ടത്. അതാണ് വേണ്ടത്. ഈ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമുണ്ട്, 5 മക്കളെ കെട്ടിച്ചു, സമ്പാദ്യമൊക്കെ വേണ്ടേ? അതൊന്നും കാര്യമില്ല. ഇപ്പൊ MLA അല്ലേ, ശമ്പളം കിട്ടുമല്ലോ. ആ ശമ്പളം കൊണ്ട് മതിയോ? പിന്നെ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം പിടിച്ചു നിൽക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇച്ചിരി കൃഷിയും അത് ഇതൊക്കെ ഉണ്ട്. കൃഷിയൊക്കെ നോക്കുന്നുണ്ടോ മണിയാട്ടെ? ഞാൻ പണ്ടൊക്കെ വീട്ടിൽ വരുമ്പോ കപ്പയും ചമ്മന്തിയൊക്കെ നമുക്ക് തരുന്നതായിരുന്നു. ഞാൻ നോക്കുന്നില്ല, എന്റെ മരുമോനും കൂടെയുണ്ട്, ഒരു മകളുണ്ട്, മകളും ഭർത്താവും.